രാജ്യത്ത് 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ മുതൽ ജൂൺ 30 വരെ പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ സമർപ്പിക്കാം. മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് sc.census.gov.in എന്ന പോർട്ടൽ വഴി വിവരങ്ങൾ നൽകാം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാകുന്നത്. ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസുമാണ്. ജൂലൈ 1 മുതൽ 30 വരെയാണ് ആദ്യഘട്ട വിവരശേഖരണം. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ്. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റേതെങ്കിലും അംഗത്തിനോ ഓൺലൈനായി വിവരങ്ങൾ സമർപ്പിക്കാനും സാധിക്കും. പോർട്ടലിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം സംസ്ഥാനം, ജില്ല, വീടിന്റെ സ്ഥാനം എന്നിവ രേഖപ്പെടുത്തണം. ഡിജിറ്റൽ മാപ്പിൽ സ്വന്തം വീടിന്റെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തി വിവരങ്ങൾ നൽകേണ്ടതാണ്. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ച ശേഷം 11 അക്കങ്ങളുള്ള ഒരു കോഡ് SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കും. ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഈ 11 അക്ക നമ്പർ കൈമാറണം. കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതില്ല. ഇവ ഉദ്യോഗസ്ഥർ നേരിട്ട് സന്ദർശിച്ചാണ് രേഖപ്പെടുത്തുന്നത്. എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ എന്യൂമറേറ്ററെ അറിയിക്കാനും അവസരം ലഭിക്കും. ആദ്യഘട്ട സെൻസസിന്റെ ഭാഗമായി പ്രധാനമായും 34 ചോദ്യങ്ങളാണുള്ളത്. വീടിന്റെ നിലം, ഭിത്തി, മേൽക്കൂര എന്നിവയുടെ നിർമ്മാണ സാമഗ്രികൾ, വീടിന്റെ അവസ്ഥ, താമസമുറികളുടെ എണ്ണം, കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗം, സാമൂഹിക വിഭാഗം, വീടിന്റെ ഉടമസ്ഥാവകാശം, ദമ്പതിമാരുടെ എണ്ണം, കുടിവെള്ളത്തിന്റെ ഉറവിടവും ലഭ്യതയും, വൈദ്യുതി, കുളിമുറി, അടുക്കള സൗകര്യം, LPG കണക്ഷൻ, പാചക ഇന്ധനം എന്നിവ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ ഓരോ ബ്ലോക്കിലെയും കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തവണ വിവരശേഖരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.